നടി ശ്വേതാ മേനോനെതിരായ പരാതിക്കും കേസിനും പിന്നിൽ ഗൂഢാലോചനയുണ്ടോ? വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ സിനിമകളുടെ പേരിൽ പരാതി കൊടുത്തത് ആരുടെ ബുദ്ധിയാണ്? അമ്മ സംഘടനാ തെരഞ്ഞെടുപ്പും ശ്വേതയ്ക്കെതിരായ കേസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്കെതിരെ പോലീസ് കേസെടുത്ത സംഭവം വലിയ വിവാദമായതോടെ പല ചോദ്യങ്ങളും സംശയങ്ങളും ഉയരുന്നുണ്ട്. അതിനിടെ കേസിൽ തുടർ നടപടികൾ സ്റ്റേ ചെയ്ത് ഹൈക്കോടതി ഉത്തരവിട്ടത് നടിക്ക് ആശ്വാസമാണ്. ശ്വേതയുടെ വാദങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി കേസെടുക്കാൻ നിർദ്ദേശിച്ച എറണാകുളം CJM കോടതിയോട് റിപ്പോർട്ട് തേടി. കേസിന് പിന്നാലെ ശ്വേതാ മേനോനെ പിന്തുണച്ച് പ്രമുഖ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ രംഗത്തെത്തിയിട്ടുണ്ട്. കീഴ്ക്കോടതി നടപടിക്രമം പാലിച്ചില്ലെന്നും മജിസ്ട്രേറ്റ് തിടുക്കം കാട്ടിയെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. കേസിൽ എറണാകുളം CJM കോടതിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഹർജി പോലീസിന് കൈമാറും മുൻപ് സ്വീകരിച്ച തുടർ നടപടികൾ അറിയിക്കുവാനും നിർദ്ദേശം നൽകി. പോലീസിനും പരാതിക്കാരനും ഹൈക്കോടതി നോട്ടീസ് അയച്ചു. അമ്മ സംഘടനയിലെ തിരഞ്ഞെടുപ്പ് നടക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ ഉയർന്ന പരാതിയും കേസും ഗൂഢലക്ഷ്യത്തോടെയെന്നാണ് ശ്വേതയുടെ വാദം. ജസ്റ്റിസ് VG അരുൺ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ശ്വേതാ മേനോൻ നേരിട്ടത് നിർഭാഗ്യകരമായ അനുഭവമാണെന്നും വിഷയത്തിൽ പ്രതിഷേധം അറിയിക്കുന്നുവെന്നും നടൻ രവീന്ദ്രൻ പറഞ്ഞു. നമ്മളെപ്പോഴും വന്നിട്ട് ആൾക്ക് വേണമെങ്കിലും കഴിവരി തേക്കാമെന്നുള്ളതിൻ്റെ ഒരു തുടക്കമായിട്ടത് തോന്നുന്നത്. ഏത് രീതിയിലാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടായെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കോടതി വിമർശിക്കാനാണല്ല, പക്ഷെ എന്നിരുന്നാലും ഞാൻ ഏറ്റവും എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇത്തരം നമ്മുടെ അഭിനേതാക്കൾക്കെതിരെ വരുന്ന എല്ലാ ഇത്തരം കുബുദ്ധിപരമായിട്ടുള്ള ഈ വക്രീകരിച്ചുള്ള കരിവേലി തേക്കാനുള്ള എല്ലാ സംരംഭങ്ങളെയും നമ്മൾ എതിർത്ത് തോൽപ്പിക്കും. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ഞങ്ങൾ ഒരുമിച്ച് വന്ന് തീർച്ചയായിട്ടും അഭിനേതാക്കൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത് തീർക്കും. ഇപ്പോഴത്തെ ഈ പോളിസിയിൽ ഇത്തരത്തിൽ വന്നിട്ട് അനാവശ്യമായിട്ട് ഏതെങ്കിലും രീതിയിലേക്ക് ഒരു നടനെ അല്ലെങ്കിൽ ഒരു അഭിനേതാവിനെതിരെ കുബുദ്ധിപരമായിട്ട് വക്കീലിച്ച് കരിവേലിയാൻ ജയിക്കാനാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ഗവൺമെന്റ് ഫിലിം പോളിസിയിൽ ഇതിനൊരു നിയമം വരണം. പരാതി തമാശയായും അനാവശ്യമായും തോന്നുന്നുവെന്ന് നടൻ ടൊവിനോയും പ്രതികരിച്ചു. അതേസമയം പരാതിക്കാരൻ മാർട്ടിൻ മേനാച്ചേരി ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാൻ ശ്രമിച്ചെന്ന പരാതിയുമായി യുവതി രംഗത്തെത്തി. താൻ നൽകിയ പീഡന പരാതിയിൽ മാർട്ടിൻ ഭീഷണിപ്പെടുത്തിയെന്നും മാധ്യമപ്രവർത്തകനെന്ന് പറഞ്ഞായിരുന്നു വിളിച്ചതെന്നും സജിത്ര ന്യൂസ് 18നോട് പറഞ്ഞു. അതായത് ഈ മാർട്ടിൻ മേനാച്ചേരി എന്ന് പറയുന്ന പുള്ളിക്കാരനെ എനിക്ക് ഡയറക്റ്റ് പരിചയമില്ല. പക്ഷെ ഞാൻ ഓൾറെഡി നമ്മുടെ ഇവിടുത്തെ കോൺഗ്രസിലെ അലീഷാന എന്നും പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിക്കാരനെതിരെ ഒരു കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. എന്റെ കയ്യിലിരിക്കുന്ന കുട്ടി അവരുടെയാണ്, അലീഷാനന്റെയാണ്. അപ്പൊ അത് കേസായിട്ട് നമ്മൾ കോടതിയിൽ നിൽക്കുന്നതാണ്. ഈ അലീഷാനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മാർട്ടിൻ മാനാച്ചേരി എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരൻ എന്നെ വിളിച്ച് ഫസ്റ്റ് ഭീഷണി തരത്തിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. മാർട്ടിൻ മാനാച്ചേരി എന്നോട് ആദ്യം പറഞ്ഞത് കർമ്മ ന്യൂസിലെ റിപ്പോർട്ടർ ആണെന്നാണ്, നേരത്തെ അവിടെ ജോലി ചെയ്ത വ്യക്തിയാണെന്നാണ് ഞങ്ങളോട് ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് മീഡിയ 1 എന്നും പറഞ്ഞിട്ടുള്ള ചാനലിൽ പുള്ളിക്കാരുണ്ട്. എന്റെ കയ്യിൽ തെളിവുണ്ട് മേഡം. അവരോട് ഞാൻ വിളിച്ച് ചോദിക്കുന്നതിനും സംസാരിക്കുന്നതിനും. അമ്മ തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ മത്സരിക്കാനിരിക്കെ പരാതിക്കാരന് പിന്നിൽ ഒരു വിഭാഗം താരങ്ങളാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. സത്യത്തിൽ ഞാൻ അമ്മയുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ശ്വേതാ മേനോൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യുന്നതൊക്കെ ഈ മാസങ്ങളിലാണ്. അതായത് എനിക്ക് തോന്നുന്നു ഈ ജൂലൈ മാസത്തിലാണ്. അതേസമയം ഞാൻ പരാതി കൊടുത്തിരിക്കുന്നത് മാർച്ച് മാസം 1-ാം തീയതിയാണ് ഞാൻ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ പരാതി കൊടുക്കുന്നത് ഏപ്രിൽ 30-ാം തീയതി കമ്മീഷണർക്ക് പരാതി കൊടുക്കുന്നു. അതിലും നടപടി ഉണ്ടാകാതെ വന്നപ്പോഴാണ് ഞാൻ CJM കോടതിയെ ഞാൻ സമീപിച്ചിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി.